കെ.ടി. ജലീൽ വലിയ തോതിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ആളാണ്. പല കാര്യങ്ങളും മുസ്ലിം ലീഗിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ പലപ്പോഴും ലഭിക്കുന്നത് കെ.ടി. ജലീലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തു വരുമ്പോഴാണ്. കെ.ടി. ജലീൽ പുതുതായി അവതരിപ്പിച്ച അല്ലെങ്കിൽ പുതുതായി പുറത്തുവിട്ട ചില വാക്കുകൾ നമ്മൾ കടമെടുത്താൽ നമ്മൾക്ക് മനസ്സിലാകുന്നത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ചില കപട മുഖങ്ങളെക്കുറിച്ചാണ് കെ.ടി. ജലീൽ വളരെ തുറന്നടിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗുകാരിലെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നത് എ.കെ. ആൻ്റണി പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്നുള്ള രീതിയിലായിരുന്നു. ഇതിനുശേഷം ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി യൂസഫ് നബിയാണെന്നുള്ള തരത്തിലുള്ള പ്രചാരണം നടത്തുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ടും ഒരു തരത്തിലും യോജിക്കുന്നതല്ല എങ്കിലും രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തിറക്കുന്നത്? എങ്ങനെയാണ് ഇവർക്ക് ഇതെല്ലാം അവകാശപ്പെടാൻ സാധിക്കുന്നത്? എ.കെ. ആൻ്റണി എങ്ങനെയാണ് മുസ്ലിങ്ങൾ വളരെയധികം ബഹുമാനത്തോടെ കാണുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ഇബ്രാഹിം നബി, യൂസുഫ് നബി തുടങ്ങിയ പ്രവാചക ആളുകളെ പ്രവാചകരെ ഇത്തരത്തിൽ എങ്ങനെയാണ് ഇവരോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവർക്ക് ഈ ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും സംസാരിക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. മുസ്ലിം ലീഗിന് കൊടുക്കുന്ന കെ.ടി. ജലീൽ കൊടുക്കുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്താണെന്നാൽ, നിങ്ങൾ വളരെയധികം അന്ധമായിട്ട് കോൺഗ്രസിനെ സ്നേഹിക്കേണ്ടതില്ല. കാരണം ഒരു കാലഘട്ടത്തിലും നിങ്ങൾ കുടുക്കിൽ വീണാൽ പോലും രക്ഷിക്കാനോ കൂടെ നിൽക്കാനോ കോൺഗ്രസ്സുകാർ തയ്യാറാകില്ല. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ 5 എം.എൽ.എമാർ അടക്കമുള്ളവർ ഇന്നും ജയിലിലാണ്. ഇതിനെക്കുറിച്ച് ഒരക്ഷരം പ്രതികരിക്കുവാൻ സഖ്യകക്ഷിയായ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇത് വലിയ ഗൗരവമേറിയ വിഷയമാണ്. മുസ്ലിം ലീഗുകാർ വലിയ തോതിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച മണ്ഡലമായിരുന്നു വയനാട്. അവിടേക്ക് പ്രിയങ്ക ഗാന്ധിയും വരുന്നു. എന്നാൽ സ്വന്തം പരിപാടിയിൽ ഒരു സ്വന്തം പതാക, അതായത് നിലാവും നക്ഷത്രവും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ചന്ദ്രികവും ഉൾപ്പെടുന്ന പാർട്ടി പതാക പോലും ഉയർത്താൻ സാധിക്കാതെ മുസ്ലിം ലീഗുകാരെ തകർത്തെറിഞ്ഞ ഒരു മണ്ഡലം കൂടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ മണ്ഡലങ്ങൾ. നോക്കൂ, ഇവിടെ എത്ര മോശമായ കാര്യങ്ങളാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ എപ്പോഴും ആവേശത്തിൻ്റെ പുറത്ത് പതാക ഉയർത്തിയ മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ MSF നേതാവിനെതിരെ ഇപ്പോൾ കേസ് വരെ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. നോക്കൂ, എത്രത്തോളം അങ്ങോട്ടടുത്ത് സ്നേഹിക്കാൻ ശ്രമിച്ചാലും ഇവർ തള്ളി മാറ്റുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഒരു രീതിയാണ് മുസ്ലിം ലീഗുകാർ കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗിനോട് സ്വീകരിച്ചു വരുന്നത്. ഇനിയും ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് കെ.ടി. ജലീൽ പറഞ്ഞു വയ്ക്കുന്നത്. മുസ്ലിം ലീഗ് അംഗങ്ങൾക്ക് വലിയ ആവേശത്തിൽ കോൺഗ്രസിൻ്റെ കൂടി വാദിക്കേണ്ട. UP-യിൽ 5 സമാജ്വാദി പാർട്ടി MLA-മാർ ജയിലിലാണ്. കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. നിങ്ങൾ ജയിലിൽ പോയാൽ വാദിക്കാൻ ഇടതുപക്ഷമേ കാണൂ. ലീഗ് MLA-മാർ വലിയ ആവേശം കൊള്ളേണ്ട. പണ്ടൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് ആൻ്റണി ഇബ്രാഹിം നബിയുടെ പരമ്പരയിൽപ്പെട്ടയാളാണെന്നാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് രാഹുൽ ഗാന്ധി യൂസഫ് നബിയാണെന്നും കെ.ടി. ജലീൽ ഇവരെ പരിഹസിക്കുന്നു. നോക്കൂ, വളരെ വില കുറഞ്ഞ രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ, ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കലുഷിതമായ അന്തരീക്ഷം കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? കോൺഗ്രസിൽ RSSനോട് 2 സമീപനമാണുള്ളത്. RSSനെതിരെ കോൺഗ്രസിൻ്റെ കൈപ്പത്തി എന്തെങ്കിലും ഉയർന്നിട്ടുണ്ടോ? തമാശക്കെങ്കിലും ചെയ്തിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് എത്ര കോൺഗ്രസ് MLA-മാരുണ്ടെന്ന് ചോദിച്ച ജലീൽ, കശ്മീർ വിഷയത്തിൽ പൗരത്വ രജിസ്റ്ററിനെതിരെ പോസ്റ്റിട്ട് എത്ര പേരുണ്ട് എന്ന് എഴുന്നേറ്റ് നിൽക്കാമോ എന്നും ചോദിച്ചു. ലോക്സഭയിലെ പ്രസംഗത്തിൽ CAA എന്നൊരു വാക്ക് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചോ? ഇന്ത്യയിലെ ഒരു വിഭാഗം ഒരുപാട് വേദനിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് മിണ്ടിയില്ല. പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല. ഇതൊന്നും വലിയ വിഷയമായി രാഹുൽ ഗാന്ധിക്ക് തോന്നിയിട്ടുമില്ല. രാജ്യത്തെ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ആശങ്കകൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? കോൺഗ്രസ് RSS പ്രത്യയശാസ്ത്രത്തെ എതിർത്തിട്ടില്ല. സവർക്കറെ സംബന്ധിച്ച് ഇന്നും കോൺഗ്രസ് ഉരിയാടാത്തത് ഇതെല്ലാം കാരണമാണെന്നും കെ.ടി. ജലീൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നു. ഈ പറഞ്ഞതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ അല്പം പോലും വെള്ളം ചേർക്കപ്പെട്ടിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. കാരണം കോൺഗ്രസിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ഇറങ്ങിയ പ്രകടന പത്രികയിൽ പോലും CAA പൗരത്വ ഭേദഗതി നിയമം എന്നുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ആ ഒരു വാചകം ചേർക്കാൻ മടിച്ചവരാണ് കോൺഗ്രസ്. ആദ്യം ചേർത്തപ്പോൾ പല സവർണരുടെയും അല്ലെങ്കിൽ ചില RSS അനുകൂലികളായ കോൺഗ്രസ്സുകാരുടെയും ഇടപെടൽ മൂലം ആ പ്രകടന പത്രികയിൽ നിന്നും ആ വാക്കുകൾ നീക്കം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഖാർഗെ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതെ വന്നത്
CAA വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇല്ലാതെ വന്നത് വലിയ തോതിൽ മുസ്ലിം സമൂഹത്തെ ചൊടിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ചൊടിപ്പിച്ചിരുന്നു. ഇതെല്ലാം പേറി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ പുതിയ പ്രവാചക പ്രകീർത്തനങ്ങളുമായി അല്ലെങ്കിൽ അവരുടെ പരമ്പരയിൽപ്പെട്ടവരുമായി കോർത്തിണക്കിക്കൊണ്ട് AK ആൻ്റണിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും മഹത്വവൽക്കരിക്കുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം നിങ്ങൾ പിന്താങ്ങിക്കൊള്ളൂ, നിങ്ങൾ ചുമന്നോളൂ. നിങ്ങൾ ചുമന്നാൽ നിങ്ങൾ തന്നെ മണക്കും, അല്ലാതെ മറ്റൊരാളുടെ മുകളിലേക്ക് വയ്ക്കേണ്ടതില്ല. മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്കും കടന്നു കയറേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങളിപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം, യഥാർത്ഥ വസ്തുതകളെ നിങ്ങളും ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. പൗരത്വ ഭേദഗതി നിയമത്തിലടക്കം ഉള്ള കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് നിങ്ങൾ കണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ്. RSSനെതിരെ പ്രതികരിക്കുന്ന, ഒരിക്കൽ പോലും RSSൻ്റെ പേരെടുത്ത് പ്രതികരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? RSSൻ്റെ നയങ്ങളോട് ഇവർക്കും മൃദു സമീപനമാണ് ഉള്ളത്, ഇവർക്കും ഇരട്ടത്താപ്പാണുള്ളത്. ഓരോ ഘട്ടത്തിൽ വാല് കാണിക്കുന്നവർക്ക് വാല് കാണിച്ചും തല കാണിക്കുന്നവർക്ക് തല കാണിച്ചു പോകുന്ന അവസ്ഥ. മുസ്ലിം ലീഗ് അടങ്ങുന്ന വിഭാഗങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് എപ്പോഴും ഇവർ നൽകുന്നത് എന്താണ്? ചില അപ്പകഷ്ണങ്ങൾ കാണിച്ച് ഇവരെ കൂടെ നിർത്തി കൊണ്ടുപോകുന്നു. മുസ്ലിം ലീഗ് അണികൾക്കും അല്ലെങ്കിൽ പ്രവർത്തകർക്കും യാതൊരുവിധ താല്പര്യവുമില്ല എങ്കിലും ചില നേതാക്കന്മാരുടെ പരിധി വിട്ട കോൺഗ്രസ് പ്രേമമാണ് പലപ്പോഴും കോൺഗ്രസ് ലീഗുകാരെ തന്നെ വീട്ടിലാക്കിയിരിക്കുന്നത്. KT ജലീൽ പറഞ്ഞു വെക്കുന്നത് എന്താണെന്നാൽ, ഇനിയും തിരിച്ചറിവ് വരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉപ്പ് തിന്നുകൊണ്ട് വെള്ളം കുടിക്കേണ്ട അവസ്ഥ വരും. ഉപ്പ് തിന്നവർ തന്നെയാണ് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് ഇനിയും അടി കിട്ടിയിട്ടില്ല, അടി കിട്ടിയ അടി ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഇനി അതല്ലെങ്കിൽ അടി കിട്ടിയിട്ടും ഞങ്ങൾ മനസ്സിലാക്കാത്ത പോലെ അഭിനയിക്കുകയാണ് എന്നുള്ള നിലപാടുമായി നിങ്ങൾ എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകും? സ്വന്തമായിട്ടൊരു സ്വത്തുമുണ്ടെങ്കിൽ അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ആർജവം കാണിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ മറ്റൊരാളുടെ മൂടും താങ്ങി എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഓരോ ലീഗുകാരനും മനസ്സ് തുറന്നൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും.